എടി നിനക്ക് അടക്കമായില്ലേടി നിനക്ക്? നീ വീണ്ടും എനിക്കിട്ടുണ്ടാക്കാൻ വരുന്നോ? നീ പറഞ്ഞത് നിന്റെ ഈ വീഡിയോ കേട്ടിട്ട് നിനക്ക് വ്യൂസ് ഉണ്ടാക്കി തന്നിട്ടല്ല ഞാൻ റിപ്ലൈ തരുന്നത്. എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും ഇത് വ്യക്തമായിട്ട് കേട്ടിട്ട് അവർ എന്റെ അടുത്ത് പറഞ്ഞാണ്. എടി എന്റെ അപ്പൻ നമ്പൂതിരിയാണെന്നോ ഉയർന്ന കുലജാതനാണെന്നോ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. നിനക്ക് നാണമുണ്ടോടി? തേയിലക്കാട്ടിലെ പ്രത്യേക വർഗ്ഗമാണ് എന്റെ അപ്പൻ, പ്രത്യേക ജാതിയാണ്. എടി ഈ 2025-26 കാലഘട്ടത്തിൽ നിനക്ക് നാണമുണ്ടോടി ജാതി പറയാൻ വേണ്ടിട്ട്? കള്ളി ബീവി, നിനക്ക് കുറെ പേര് നിന്നെ സഹായിക്കാനും നിന്നെ സപ്പോർട്ടിനും കാണും. പക്ഷേ ഇല്ലേ, രേണുസുതിക്ക് ആരും വേണ്ടടി, ഒറ്റയ്ക്ക് നിന്ന് രേണുസുതി ഇവിടെ വരെ വന്നത്. പിന്നെ നിനക്കിട്ടുള്ള മറുപടി നീ എന്നെ പറഞ്ഞാൽ ഞാൻ നിനക്കിട്ട് തന്നു. എന്റെ അപ്പൻ കഷ്ടപ്പെട്ട് എന്നെ കൂലിപ്പണി ചെയ്ത് വളർത്തിയതാടി എന്റെ അപ്പൻ. ആ എന്റെ അപ്പനെ പറഞ്ഞാൽ നിന്നെ ഞാൻ ഇനിയും പറയും. പിന്നെ എന്റെ വീട്ടുകാരെ അവരെ തൊട്ടുള്ള നിന്റെ കളി നിർത്തിക്കോ. നിനക്ക് നാണം ഉണ്ടോടി? നാണം കെട്ടവളെ, നിർത്തടി നിന്റെ എനിക്കെതിരെയുള്ള വ്ലോഗ്, നാണം കെട്ടവളെ. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രേണുസുതി വീണ്ടും കട്ടക്കലിപ്പിലാണ്. ഭയങ്കര ദേഷ്യം എന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യം. കാറിൽ ഇരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഷെഫീന ബീവിക്കെതിരെയാണ് ഇമാതിരി പൊട്ടിത്തെറിക്കലുമായിട്ട് രേണുസുതി എത്തിയിരിക്കുന്നത്. അപ്പൊ രേണുസുതി പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്റെ ജാതിയെ പറഞ്ഞു, എന്റെ അച്ഛനെ പറഞ്ഞു, എന്റെ അമ്മയെ പറഞ്ഞു, എന്റെ കുടുംബത്തെയൊക്കെ പറഞ്ഞു, നിന്നെ ഞാൻ വെറുതെ വിടില്ല, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് രേണുസുതി ഭയങ്കര കട്ടക്കലിപ്പിലാണ്. അപ്പൊ എന്തായാലും രേണുസുതി എന്തിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഷെഫീന ബീവി രേണുവിനെതിരെ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണുസുതിക്കും മക്കൾക്കും വേണ്ടി വീട് വെക്കാൻ സ്ഥലം നൽകിയ ബിഷപ്പിനെ അനാവശ്യമായിട്ട് അദ്ദേഹത്തെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയാണ് നമ്മളാണെങ്കിലും ഷെഫീന ബീവി ആണെങ്കിലും മറ്റു യൂട്യൂബേഴ്സ് ആണെങ്കിലും റിയാക്ട് ചെയ്തത്. അപ്പോ ഷെഫീന ബീവിയെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് കറക്റ്റ് ആയിട്ട്, അതായത് നേരവോ എന്നുള്ളൊരു പ്രകൃതക്കാരിയാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ കൊമ്പത്തെ ആളാന്ന് പറഞ്ഞാലും അവര് പറയേണ്ട മറുപടി പറയേണ്ട രീതിയിൽ പറയും. അപ്പൊ അതങ്ങനെ പറഞ്ഞപ്പോ രേണുസുതിക്ക് അങ്ങ് കൊണ്ടു. അപ്പൊ അതിനെതിരായിട്ടാണ് രേണുവിന്റെ ഈ ഒരു പ്രകടനം. എന്തായാലും നമുക്ക് ഷെഫീന ബീവി ഇതിനെതിരെ രേണുവിന് കൊടുത്ത മറുപടി ഒന്ന് കേൾക്കണ്ടേ? ഇത് രേണുവിന് അർഹിച്ചത് തന്നെയാണ്, ഇത് തന്നെ കിട്ടണം. സഹായിച്ചവരെ ഓരോരുത്തരെയായിട്ട് സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തുമ്പം ഓർക്കണം, ഇതുപോലെ ചില ആൾക്കാരെങ്കിലും രേണുവിനെതിരെ പ്രതികരിക്കുമെന്ന്. രേണു എന്ന് പറയുന്ന ആ വിഷജന്തു വീണ്ടും കിടന്നുകൊണ്ട് അലർന്നുണ്ട്. ഈ നമ്മൾ പറയണത് മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ. നമ്മളെ പറയണത് നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വരുന്നത്. എന്നെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളിൽ വലിച്ചിടുന്നത് കൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത്. ഇന്ന് പുതിയൊരു കണ്ടുപിടുത്തം കൊണ്ടുവന്നിട്ടുണ്ട്. അവളെ തന്തയുടെ ജാതി പറഞ്ഞത്. അല്ലടി കൂറച്ചി, നിന്റെ തന്തയുടെ ജാതി എന്തെന്ന്? അല്ല, എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ചോദിച്ചു. എനിക്കറിയത്തില്ല. തേയില നുള്ളാൻ വന്ന കൂട്ടമാണെന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെ. അതായത് നീ മലയാളി പോലും അല്ല എന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതിന് വേറെ എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തമൊക്കെ നീ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പോടി, എന്തിരച്ചി അലവലാതി യസ്മൂഞ്ചി തക്കാളി നാക്കാളി മോളെ, പോയി തരത്തിപ്പോയി കളിയടി നാറി, നാണം കെട്ടവളെ. എടി പിച്ചക്കാരി, നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോനാ ഞാൻ പറഞ്ഞത്. മര്യാദയ്ക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി നാറി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി. കണ്ടവന്റെ വീട്ടിൽ പെറ്റ് കിടക്കാതെ ഇറങ്ങിപ്പോടി നാറി. നിന്റെ തന്തയെ പറഞ്ഞ നീ എന്തൊന്ന് ചെയ്യുമോ? നിന്റെ തന്തയും നിന്റെ തന്തയുടെ തന്തയും നിന്റെ മുത്തപ്പനെയും ഒക്കെ പറഞ്ഞിരിക്കുന്നടി അലവലാദികളാണടി, തെണ്ടികളാണടി. അതുകൊണ്ടാണ് മോളെ പിച്ച എടുക്കാൻ വിട്ടിട്ട് അവരെ കൊണ്ട് പിച്ച എടുപ്പിച്ചിട്ട് ആ പിച്ച തിന്നോണ്ടിരിക്കുന്ന പിച്ചക്കാരൻ നാറിയാണ് നിന്റെ തന്ത. നീ എന്ത് ചെയ്യാൻ പോണു? ഇത്ര പറഞ്ഞ നീ എന്ത് നീ എന്നെ ചെയ്യുവോ? മുക്കി കയറ്റുവോ? കോടി എരുമുണ്ടേ നാറി. മാപ്പിള എന്ന് പറഞ്ഞൊരുത്തനെ കൊച്ചപ്പനോട് നടന്ന് അവൻ ചത്തപ്പം അവന്റെ ഔദാര്യത്തിൽ അവൾ അവിടെ തേങ്ങാക്കൊല ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. ചെബീനടുത്ത് കളിക്കാൻ വരല്ലേ മലരെ. പിന്നെ നീ എന്തിനൊരു കേസൊക്കെ കൊണ്ടുകൊടുത്തത്? ആ പോലീസുകാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള സാധനം ഒന്നും ഇവിടെ എടുക്കുന്നില്ല. കേസങ്ങ് എടുത്തേച്ച് ഷെബീന അത് കോടതിയിൽ കഴിക്കണം. ഇങ്ങോട്ട് കിടന്ന് തെറി വിളിക്കുന്നത് കേൾക്കുന്നില്ല അല്ലയോ? ഒരു കാര്യമില്ല. ഷെബീന ബീവി ഇതാണല്ലേ എന്റെ പേര് പറയാനായിട്ട് എന്തിരച്ച് നാറി കുപ്പത്തൊട്ടി നൊക്കാളി മോളെ. നേരിട്ട് കൊണ്ട നിന്റെ ചെവിട് അടിച്ച് ഞാൻ പൊട്ടിക്കും. പന്നാലോ അല്ലാതെ തങ്കച്ചൻ ആരടി? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. അവിടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വായെന്ന് കേട്ടിട്ടിരിക്കും. അപ്പോഴാണ് അവള് വന്നേക്കുന്നത്. തങ്കച്ചൻ ഏതാ കൂതറാലോലാതെയായി എനിക്ക് എന്ത് മൈതി? അവള് വന്നേക്കാണ് കൂതറ തങ്കച്ചന്റെ കഥയും പറഞ്ഞുകൊണ്ട്. കൂതറ തങ്കച്ചൻ ആരടി? നാറി. തന്തയ്ക്ക് പറഞ്ഞവനാണ്. അന്തസ്സുള്ളവനാണെങ്കിൽ മോളെ കൊണ്ടുപോയി നല്ലൊരു വീടുണ്ടാക്കി ഒരു കുടിലുണ്ടാക്കി അതിനകത്തോണ്ട് ഇരുത്തുന്നോടി നാറി. അങ്ങനെയാണ് തന്തമാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവള് ഒരു എന്താ അവളെ ജാതി ഞാൻ പറഞ്ഞത്. നിന്റെ ജാതി എന്തിനടി കൂറെ? നിനക്ക് ജാതി ഉണ്ടാ? നിനക്ക് മതം ഉണ്ടാ? നീ ക്രിസ്ത്യാനി ആയതിലുള്ള ആ വിരോധാഭാസമാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞാല് ഈ നിരീശ്വരവാദോ യുക്തിവാദോ ഒക്കെ തലയിൽ കയറിയിട്ടായിരിക്കും നമ്മൾ ഈ ക്രിസ്ത്യൻസിന് എന്തെങ്കിലും പറയാം, ആരോഗ്യ സൂത്രം എന്നൊക്കെ പറയാം. നമ്മള് വിശ്വാസിയല്ല, അതുകൊണ്ട് നമ്മൾ അതൊക്കെ പറയും. ഇവള് വിശ്വാസിയാണെന്നല്ലേ പറയണത്. ഒരു മതത്തിൽ നിന്ന് ആ മതവിശ്വാസത്തിനെ അവഹേളിച്ചുകൊണ്ട് അതിനെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് മറ്റൊരു മതത്തിലേക്ക് കയറിയിട്ട് അച്ഛന്റെ അടുത്ത് ഈശ്വമിശിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന്
അച്ഛന്റെ ഇത് കൊള്ളാം അല്ലേടി നാറി. അച്ഛന്റെ കയ്യിരിക്കുന്ന സ്വത്ത് ഇത് ഈ അച്ഛനെ പറഞ്ഞാൽ മതി. ഈ എന്റെ കമന്റിൽ പോലും അച്ഛൻ വരരുത് കേട്ടോ. ഞാൻ പറഞ്ഞതാണ് മര്യാദയ്ക്ക് അത് ക്യാൻസൽ ചെയ്യാനായിട്ട്. അർഹത നിങ്ങൾ ബൈബിളിൽ അങ്ങനെ ഇല്ലേ? അർഹിക്കുന്നവർക്ക് കൊടുക്കണമെന്നല്ലേ പറയുന്നത്? പിന്നെ എന്തിനാണ് ഈ നാറി അർഹതപ്പെട്ടോളാം? എത്രയോ നല്ല പാവങ്ങളുണ്ട്, എത്രയോ പേര് അവസ്ഥ കെട്ട് കിടക്കുന്നു. അവർക്ക് ആർക്കെങ്കിലും കൊടുക്കാനുള്ള പൈസ അല്ലെങ്കിൽ ആ വസ്തു കൊണ്ടുപോയി ഈ നായിന്റെ മോക്ക് കൊടുത്തിട്ട് എന്തിനാണ് അച്ചോ? ഒരുത്തി അങ്ങ് കിടന്നങ്ങ് അറുമാതിച്ച് അവഹേളിക്കുകയാണ്. എന്തെല്ലാം വൃത്തികേടുകളാണ്, എന്തെല്ലാം വൃത്തികേടുകൾ. എടി നിനക്ക് അവിടെ കിടന്ന് ബാർ ഡാൻസ് കളിക്കണം. അവള് ബാറിൽ പോയി ഡാൻസ് കളിക്കുന്ന പോരാതെ വീട് തന്നെ ഒരു ബാറാക്കി വെച്ച് അതിനകത്ത് കിടന്നങ്ങ് അറുമാദിക്കലാണ്. അലവലാതി അതിനകത്ത് കിടന്ന് അറുമായിച്ച് കൂത്തടിക്കുകയാണ്. അലവലാതി തേണ്ടി പിച്ച എടുത്താണ് പിച്ച എടുത്ത് തിന്നിട്ട് പിന്നെ ആ പിച്ച തന്നവരെ തെറി വിളിക്കുന്ന ഒരു പ്രത്യേക തരം ജന്മം. ഇത്തിയ കൈക്ക് കടിക്കുന്ന ഒരു വൃത്തികെട്ട ജന്മം. അല്ല വേറെന്താണ്? ഒരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയാൽ മിണ്ടാതിരിക്കാനുള്ള സാമാന്യ ബോധം വേണ്ടായോ? അതിന് പകരം അത് വാങ്ങി നക്കിയതിന് ശേഷം അയാളെ തന്നെ പച്ചത്തെറി വിളിക്കും. അറിയത്തില്ല ജാതി പറഞ്ഞ നീ ജാതി പറഞ്ഞ നിനക്കത് ജാതി. നീ ജാതി പറയടി. എടി എച്ചന് നാറി നീ ജാതി പറ. എന്തടി നിന്റെ ജാതി അറിയാൻ വയ്യ. നീ മനുഷ്യജാതിയല്ല, മനുഷ്യന്മാരെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരു സാധനമേ അല്ലത്. അതിനെയൊന്നും മനുഷ്യജാതി എന്ന് പറയാൻ ഒക്കത്തില്ല. അമ്മാതിരത്തെ ഡയലോഗ് കൊണ്ട് ഇറങ്ങിയില്ലേ. എന്റെ അച്ഛനെ പറഞ്ഞാ ഞൊട്ടുന്നു. നിന്റെ അച്ഛനെ പറഞ്ഞ നിന്റെ അച്ഛനാര് കളക്ടറാണ്. എന്റെ അച്ഛനെ പറഞ്ഞാ നീ എന്തോന്ന് ഞൊട്ട എന്തോന്ന് കുടുങ്ങായി. അന്തയ്ക്ക് ഉറങ്ങാനാണെങ്കിൽ മോളെ പിറക്കി പിടിച്ചോണ്ട് ഇറങ്ങി പോകണം. മൈക്കാട് നാറിയെ പറ. ഇപ്പോഴാണ് നീ മൈക്കാട് നാറിയെ പറഞ്ഞത് നീ കേട്ടത്? മുമ്പ് കേട്ടില്ലായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കി ഇത്തിരി അന്തസ്സായിട്ട് നിന്നെ പറയും. നിന്നെ പറയാൻ എനിക്ക് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും ഇല്ല. പച്ച തെറി വിളിക്കും. പോയിക്കോ നായിന്റെ മോളെ. കൊണ അടിച്ചോണ്ട് ഇങ്ങോട്ട് കയറാണ്. നാട്ടുകാരെ പൈസ മുഴുക്ക മൂഞ്ചിച്ച് തട്ടിച്ചും വെട്ടിച്ച് നടക്കുന്ന അലവലാതി. എത്രയോ മനുഷ്യര് പൈസ കൊടുത്ത് ആ പൈസ എത്രയോ വാങ്ങിച്ചെടുത്ത് അതും തിന്ന് പുട്ടടിച്ചിട്ട് അവരെയും പള്ളും വിളിച്ചോണ്ട് നടന്നു നായിന്റെ മോളെ. ഓടി നാറി തരത്തി പോയി കളിയടി. കാള് മാറിപ്പോയി. എന്റെ അലയെ കയറാൻ വന്നുണ്ടല്ലോ പന്നി. വലിച്ചു മാറി കീറി മുറിച്ചങ്ങ് വെക്കും ഞാൻ. നിന്നെ തെറി വിളിച്ചത് ഗ്യാസ്. ഊണ്ടിയാണ്. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടും കേൾക്കും. അതറിയത്തില്ലേ? ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടും കേൾക്കും. അത്ര തന്നെ. മര്യാദക്ക് ഇരുന്ന ഒരു പ്രശ്നമില്ല. നിനക്ക് മര്യാദക്ക് ഇരുന്നൂടെ? നീ എവിടെയെങ്കിലും പോയി പാവാട നോക്കി ജീവിക്കാനുള്ള വഴി ആലോചിക്കും. ചെമീനാടെ മണ്ടേ കയറാതെ. കോട്ടയായി ശരിയറിയാം. നാളിയാംകുളി അഴിച്ചറിയാറായി. എന്തായാലും രേണുസുധിക്ക് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിൽ വയറ് നിറച്ച് നമ്മുടെ ഷെഫീന ബീവി കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് തൃപ്തിപ്പെടണം. കാരണം ഇനിയും ചൊറിഞ്ഞു വന്നാൽ ഇതിനപ്പുറം മറുപടി ഷെഫീന ബീവിയിൽ നിന്നും രേണുസുധിക്ക് കിട്ടും. എനിക്ക് പറയാനുള്ളത്, സ്വന്തം കാര്യം നോക്കി എന്തെങ്കിലും വർക്ക് കിട്ടുന്നത്, അത് അഭിനയം ആയിക്കോട്ടെ, ഇനാഗ്രേഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ട് സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ പോരെ. അത് പോരാഞ്ഞിട്ട് കയ്യിൽ 10 കാശായി കഴിഞ്ഞപ്പോ സഹായിച്ചവരെല്ലാം സമൂഹത്തിന് മുന്നിൽ അങ്ങ് നാണം കെടുത്തുക, വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുക. അപ്പൊ അതൊക്കെ കാണുമ്പോഴത്തേക്കും ചില ആൾക്കാരൊക്കെ പ്രതികരിക്കുമ്പോ പിന്നെ കുരു പൊട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. രണാസുന ഇനിയെങ്കിലും നിർത്തുക. ഷെഫീന ബീവിയെ പോയി ചൊറിഞ്ഞ് വീണ്ടും ഇതുപോലെ മേടിച്ചു കൂട്ടാതിരിക്കുക.